നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. നമ്മൾ ദിവസേന ചെയ്യുന്ന ചില ശീലങ്ങൾ, നമ്മുടെ ചില ഹാബിറ്റ്സ് കാലക്രമേണ നമ്മുടെ ആരോഗ്യത്തിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാം. അത്തരത്തിലുള്ള 7 തരത്തിലുള്ള മോശം ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഒരുപാട് സമയം ഇരിക്കുക എന്നത്. പലർക്കും ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം ഇരിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ കാലക്രമേണ അത് നമ്മുടെ മസിൽസിനെ വീക്കൻ ചെയ്യുകയും നമ്മുടെ നട്ടെല്ലിനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല, ഒരുപാട് സമയം ഇരിക്കുക മാത്രം ചെയ്യുമ്പോൾ വണ്ണം ഒരുപാട് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് അബ്ഡോമിനൽ ഏരിയയിൽ വണ്ണം കൂടുതൽ വരാം. കാലക്രമേണ ഇത് അമിതമായിട്ടുള്ള BP വരുന്നതിനും, കൊളസ്ട്രോൾ പോലുള്ള അവസ്ഥകൾ വരുന്നതിനും, അല്ലെങ്കിൽ ഡയബറ്റീസ് പോലുള്ള അവസ്ഥകൾ വരുന്നതിനും ഒക്കെ കാരണമാവാം. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്നവർ ഇടയ്ക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് ഒക്കെ ഒന്ന് നല്ലതായിരിക്കാം. അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തൂടെ തന്നെ ചെറുതായിട്ടൊന്ന് മൂവ്മെൻറ്റ് എന്തെങ്കിലും നടക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് മാത്രം പഠിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം എഴുന്നേറ്റ് നിന്നൊന്ന് ചെറിയൊരു ആ റൂമിൽ തന്നെ ഒന്ന് നടക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ അത് അഫക്റ്റ് ചെയ്യും. അമിതമായിട്ടുള്ള ക്ഷീണം, ഇറിറ്റേഷൻ, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇവയ്ക്കൊക്കെ കാരണമാകും. സ്ഥിരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൂഡ് വേരിയേഷൻസ് ഒക്കെ വരാം, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇവയൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മൊത്തത്തിലുള്ള എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഒരു ഉത്സാഹത്തിനും ഉന്മേഷത്തിനും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ ഒരു കാര്യമാണ് രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കാതിരിക്കുക എന്നത്. പ്രത്യേകിച്ച് വർക്കിൻ്റെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പഠിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് സമയം TV, മൊബൈൽ, ലാപ്ടോപ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഉറങ്ങാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിനെ അത് അഫക്റ്റ് ചെയ്യും. കാലക്രമേണ മൂഡ് വേരിയേഷൻസ്, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, മറവി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദിവസേന രാത്രിയിൽ കൃത്യസമയത്ത് നേരത്തെ ഉറങ്ങി രാവിലെ കൃത്യസമയത്ത് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ്. രാത്രി 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രാത്രിയിൽ കൃത്യമായിട്ട് ഉറക്കം ലഭിക്കാതിരിക്കുന്നത് കാലക്രമേണ നമ്മുടെ മെറ്റബോളിസത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ക്രോണിക് ആയിട്ടുള്ള പല അസുഖങ്ങൾ വരുന്നതിനും അത് കാരണമാവും. നാലാമത്തെ ഒരു കാര്യമാണ് അമിതമായിട്ട് സ്ക്രീനിന് മുന്നിൽ സമയം ചെലവഴിക്കുക എന്നത്. അമിതമായിട്ട് മൊബൈല്, TV, ലാപ്ടോപ്പ് ഇത്തരത്തിലുള്ള ഉപയോഗങ്ങൾ വർദ്ധിക്കുമ്പോൾ അതും മാനസികമായിട്ട് മൂഡ് വേരിയേഷൻസിന് കാരണമാകാം, ഇറിറ്റേഷന് കാരണമാകാം, ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. വർക്കിൻ്റെ ഭാഗമായിട്ടും ഒരുപാട് സമയം ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ കാണും. അങ്ങനെയുള്ളവരും ഇടയ്ക്ക് 1 അവർ കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് ഒരു 20 സെക്കൻഡ്സ് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് കണ്ണിനെ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. കണ്ണിടയ്ക്കിടയ്ക്ക് ബ്ലിങ്ക് ചെയ്യുന്നതും നല്ലതാണ്. ഒരുപാട് സമയം ഇത്തരത്തിൽ സ്ക്രീൻ ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്ക് ഒറ്റയ്ക്ക്